പിന്നെ സന്തോഷിക്കാതെ? എൻ്റെ പാരൻറ്സും ഓക്കെയായി, എൻ്റെ കല്യാണം കഴിഞ്ഞു, 1 രൂപ ചിലവുമില്ല. ഇതിനേക്കാളും സന്തോഷിക്കാൻ വേറെ എന്ത് വേണം? ഓ, എനിക്കിപ്പോൾ 1 രൂപ കല്യാണത്തിന് ചിലവാക്കാത്തത് അത്രയും വലിയ സന്തോഷമായത്. പിന്നെ അല്ലാണ്ട് ഞാൻ കല്യാണത്തെക്കുറിച്ച് എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം അതൊരു വലിയ ബാധ്യതയാണെന്നാണ്. കല്യാണത്തിന് ഒരുപാട് ചിലവാക്കണം, കെട്ടിയ പെണ്ണിനെ നോക്കണം, അവളുടെ ചിലവ് നോക്കണം. ഇത് കൊണ്ടാണ് ഞാൻ കല്യാണം വേണ്ടെന്ന് വെച്ചിരുന്നത്. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതല്ലേ നടക്കുന്നത്. കല്യാണത്തിന് 1 രൂപ ചിലവില്ല, നിന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കണ്ട, നിൻ്റെ ചിലവ് ഞാൻ നോക്കണ്ട. സെറ്റല്ലേ ലൈഫ്? ഇതിനപ്പുറത്തേക്ക് എന്ത് വേണം? ഓ, അങ്ങനെ. അതൊക്കെ. താലിമാല അടിപൊളിയുണ്ട്. എത്ര ഉണ്ട് ഇതിനകത്ത്? ഞാനൊരു 5 പവൻ എടുത്തു, അത്ര ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഒരു 10 പവൻ എടുക്കായിരുന്നു, പിന്നെ നീ തരുന്നതല്ലേ എന്നല്ലേ എൻ്റെ വീട്ടുകാർ വിചാരിക്കും. അപ്പം പിന്നെ ഒരുപാട് പവൻ എടുത്താൽ അവർക്കൊരു സംശയം തോന്നിയാലോ എന്ന് വിചാരിച്ചു ഞാൻ. 5 പവൻ താലിമാലയൊക്കെ പോരെ? അതിൽ കൂടുതലൊക്കെ ആവശ്യമുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. താലിമാല എൻ്റെ അമ്മ കണ്ടപ്പോൾ നെട്ടി. ആണോ? പിന്നെ അല്ലാണ്ട് എനിക്ക് എവിടുന്ന് ഇത്രയും പൈസ കൊടുത്ത് താലിമാലയൊക്കെ വാങ്ങാൻ പറ്റുക? എന്നിട്ട് അമ്മ ചോദിച്ചപ്പോൾ എന്തു പറഞ്ഞു നീ? എന്തു പറയാൻ, വായിൽ വന്ന കള്ളെന്തോ പറഞ്ഞൊപ്പിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി. അതെന്താ? ഇനി ഒരുപാട് കള്ളം പറയേണ്ടി വരും എന്നെനിക്ക് മനസ്സിലായി. അതൊരു വലിയ സത്യമാണ്. ഇവരിടയ്ക്കിടയ്ക്ക് നമ്മളെങ്ങനെയാണ് ഇഷ്ടപ്പെട്ടേ, നമ്മളെങ്ങനെയാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് എന്ന ചോദ്യത്തിന് ഒരുപാട് കള്ളം പറയേണ്ടി വരുന്നുണ്ട്. നീ അല്ലാതെ വേറൊരു പെണ്ണെ കെട്ടില്ലെന്നൊക്കെ ഞാൻ വീട്ടിൽ ശപഥം ചെയ്തിട്ടാണ് കല്യാണം നടന്നത്. ഇതൊന്നും ഇല്ലാത്ത കാര്യമാണെന്ന് ഇവർക്കറിയില്ലല്ലോ. എന്തായാലും നമ്മൾ നനഞ്ഞു, ഇനി കുളിച്ച് കയറാം, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ സെറ്റ്. അപ്പോൾ പിന്നെ നമുക്കിനി 1 വർഷം കഴിഞ്ഞ് കാണാം അല്ലേ? എടാ, അങ്ങനെയായാൽ പറ്റില്ല. പിന്നെന്താ ചെയ്യണ്ടേ? എടാ, ഇടയ്ക്കെങ്കിലൊക്കെ വന്ന് പോകണം. നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് ഇവർക്ക് തോന്നണ്ടേ? ഇടയ്ക്ക് വന്നു പോയാൽ പോരെ? അത് ഞാൻ വന്നോളാം. അത്രയും ചെയ്താൽ മതി, വീട്ടുകാരെ ഒന്ന് ബോധിപ്പിക്കാൻ. പിന്നെ നീ വിളിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വിളിച്ചിരുന്നു എന്നൊക്കെ ഞാനങ്ങ് പറഞ്ഞ് കാച്ചിക്കോളാം. അതൊന്നും പ്രശ്നമല്ല. ഓക്കെ, അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു പോവും. എന്നാൽ പിന്നെ ഇറങ്ങായിരുന്നല്ലേ? എടാ, ഫുഡ് കഴിച്ച് പോകുന്നല്ലേ ഏട്ടൻ പറഞ്ഞത്? ഓക്കെ, അതുണ്ടല്ലേ. നീ വാ, നമുക്ക് വീടൊന്ന് ചുറ്റിക്കാണാം. എന്തിന്? നിൻ്റെ വീട് കണ്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാനാ? എടാ, ഒന്ന് കാണിക്കണ്ടേ ഞാൻ നിന്നെ? ഒന്നുമില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതല്ലേ, നീ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് വന്നതല്ലേ?